പ്രേസ് ദ ലോർഡ്. ഇന്നത്തെ സബ്ജക്റ്റ് ഹോളി സ്പിരിറ്റ് ആൻഡ് സാൽവേഷൻ, അതായത് രക്ഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 4:24 പ്രകാരം ദൈവം ആത്മാവാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ ആത്മാവിലാണ് നടക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 3:3 പറയാണ്, ഇവിടെ നിക്കോഡോമസ് കർത്താവിനോട് ചോദ്യം ചോദിക്കുകയാണ്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വീണ്ടും ജനിക്കണമെന്നാണ് ക്രിസ്തു മറുപടി പറയുന്നത്. ഇവിടെ ദൈവം പറയാണ്, ഞാൻ സംസാരിക്കുന്ന വചനം ആത്മാവും ജീവനുമാണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ഏത് ശബ്ദം നോക്കുകയാണെങ്കിലും, ഏത് വേർഡ് എടുക്കുകയാണെങ്കിലും അത് ആത്മാവും ജീവനുമാണ്. നമ്മളതിനെ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? റോമാലേഖനത്തിൻ്റെ 10:9, 13, അപ്പോസ്തല പ്രവൃത്തിയുടെ 2:21, ഇത് ഈ വചനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വിശ്വാസം മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് രക്ഷിക്കപ്പെടാൻ. ക്രിസ്തുവിനെ ദൈവമാണെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്ന് മനസ്സിൽ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നമ്മൾ രക്ഷിക്കപ്പെടും. ഇതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, രക്ഷിക്കപ്പെടും. ഇവിടെ ഈ സമയത്ത് നടക്കുന്നത് എന്താണ്? നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന സമയത്ത് ഗലാത്യർ 4:6 പ്രകാരം ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നമ്മുടെ ആത്മാവിലേക്ക് ദൈവം അയക്കുന്നു, പിതാവായ ദൈവം അയക്കുന്നു. 1 കൊരിന്ത്യർ 6:17 പ്രകാരം നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവുമായ ഒരു സംഗമം നടക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, അത് മരിച്ച ആത്മാവാണെങ്കിലും ഈ ഒരു ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളോട് വന്നുകൊണ്ട് അതിലൊരു സംഗമം നടക്കുകയാണ്. ഏതുമാതിരി ഒരു സ്ത്രീയും പുരുഷനുമായുള്ള സംഗമം പോലെ. അപ്പോൾ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് മാറുന്നത്. 2 കൊരിന്ത്യർ 5:17 വളരെ ക്ലിയർ ആയിട്ട് എഴുതുന്നുണ്ട്, നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറി, പഴയത് കഴിഞ്ഞുപോയി വീണ്ടും ജനിക്കുന്നു. ഇത് മുഴുവൻ നടക്കുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണ്, അല്ലാതെ വേറെ നമുക്ക് പുറത്തുനിന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ നടന്നുകൊണ്ട് എന്താ സംഭവിച്ചപ്പം? 2 കൊരിന്ത്യർ 13:5 പ്രകാരം ഈ ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ ഉള്ളിൽ ജനിച്ചു. ഇത്രയും വചനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ സൃഷ്ടിയാണ് നടക്കുന്നത്. ആ സൃഷ്ടി ആരാണ്? ജീസസ് ക്രൈസ്റ്റ് ആണ്. അത് നമ്മുടെ ഉള്ളിൽ ജീസസ് ക്രൈസ്റ്റായി ജനിച്ച് കംപ്ലീറ്റ് ആയത്. ഇതോടുകൂടി എന്ത് സംഭവിക്കാൻ ചെയ്യുന്നത്? യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 4:14 പ്രകാരം വചനപ്രകാരം പിശാച് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. നമ്മൾ ഏതെങ്കിലും കാലത്ത് നമുക്ക് രക്ഷ നഷ്ടപ്പെട്ട സമയത്ത് പിശാച് നമ്മുടെ ഉള്ളിൽ കയറി. കാരണം പിശാചിനെയാണ് നമ്മൾ അനുസരിച്ചത്. റോമാലേഖനത്തിൻ്റെ 6:16 പ്രകാരം നമ്മൾ ആരെയാണോ അനുസരിക്കുന്നത് അവരെ പ്രജകളായി മാറുകയുന്നത്. അങ്ങനെ പിശാച് നമ്മുടെ ഉള്ളിൽ കയറി. ദൈവത്തിൻ്റെ ആത്മാവ് പുറത്തായി, പിശാച് നമ്മളെ ഉള്ളിൽ കയറി. അങ്ങനെ നമ്മൾ പിശാചിൻ്റെ മക്കളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 4:4 ഒക്കെ നോക്കുകയാണെങ്കിൽ കാണാം, നമ്മൾ പിശാചിൻ്റെ മക്കളായിട്ടാണ് ഈ ലോകത്തിലൊരു ഭൗതിക ജീവൻ നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ രക്ഷയ്ക്കുള്ള വചനം നമ്മളോട് സ്വീകരിച്ചതോടുകൂടി നമ്മൾ ഉള്ളിലുണ്ടായിരുന്ന പിശാചിനെ പുറത്താക്കി. കാരണം ഉള്ളിലുള്ളവൻ പുറത്തേക്കാളും വലിയവനാണെന്ന് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 4:4 പറയുന്നത്. 1 John 4:4 പറയുന്നത്. ഇനി ഗലാത്യർ ലേഖനത്തിൻ്റെ 2:20 പ്രകാരം ഇവിടെ പറയാണ്, ക്രിസ്തു നമ്മുടെ ഉള്ളിലോട് കൂടി ഞാൻ പൂർണ്ണമായും സമർപ്പിച്ച സമയത്ത് ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അതായത് നമ്മൾ പൂർണ്ണമായും ആത്മീയ മനുഷ്യനായി മാറി.
ഭൗതിക മനുഷ്യനായ ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചോണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളിൽ വന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഒരു ആത്മാവ് ഉള്ളിൽ വന്നത് മാത്രമല്ല, ഒരു പുതിയ മനുഷ്യനായി മാറിയതുകൊണ്ട്, അതായത് ആത്മീയ മനുഷ്യനായി മാറി. ഭൗതിക മനുഷ്യനായിരുന്നു ഞാൻ, ആത്മീയ മനുഷ്യനായി മാറിയത് കൊണ്ട് എന്നെ ഗലേഷ്യൻ ലേഖനത്തിൻ്റെ പോളസ് പോലത്തെ പറയുകയാണ്, ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. ഇനി റെസ്റ്റ് ഓഫ് ദ ലൈഫ്, ബാക്കിയുള്ള ലൈഫ് ഞാൻ ക്രിസ്തുവിൽ കൂടി ജീവിക്കും. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഒരു വളരെ നല്ല വചനമാണ് ഗലേഷ്യൻ്റെ 2:20 പറയുന്നത്. എന്നെ എൻ്റെ നടത്തുന്നത് ഞാനല്ല, ക്രിസ്തു എന്നെ നടത്തുന്ന പറയുന്നത്. നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അങ്ങനെ നമ്മളൊരു പൂർണ്ണ ആത്മീയ മനുഷ്യന്, ഒരു പാവവും ഇല്ലാത്ത ഒരു ആത്മീയ മനുഷ്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ആത്മീയത്വം നമുക്ക് നഷ്ടപ്പെട്ടത് ഏതെൻ ഗാർഡനിലാണെങ്കിൽ ആ ആത്മീയത്വം നമുക്ക് വീണ്ടെടുത്ത് തന്നുള്ളത് ക്രൂശിൽ കൂടിയുള്ള മരണത്തിൽ കൂടിയാണ്. നമുക്ക് ആത്മീയത്വം വീണ്ടെടുത്തിട്ട് നമ്മളൊരു ആത്മീയ മനുഷ്യനാക്കി മാറ്റി അവിടെ ഒരു സീല് ചെയ്യുന്നെന്ന് എഫെസ്യർ 1:13 പറയുന്നുണ്ട്. ഈ സീല് ചെയ്തതോടുകൂടി ഇനി ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കടക്കാൻ പറ്റില്ല, പുറത്തേക്കൊന്നും പോയില്ല. വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഐസിയ ലേഖനത്തിൻ്റെ 22:22, റെവല്യൂഷൻ്റെ 3:8 എഴുതിയിട്ടുണ്ട്. ഞാൻ അടച്ചത് ആർക്കും തുറക്കാൻ പറ്റില്ല, ഞാൻ തുറന്നത് ആർക്കും അറിയത്. ഒരു പൂട്ടാണത്, പരിശുദ്ധാത്മാവ് കൂടി നടക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ടുള്ളത്, എൻ്റെ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് മുഴുവൻ ആത്മാവിലാണെങ്കിലും എൻ്റെ ശരീരം, എൻ്റെ ദേഹി, ഇത് രണ്ടിലും പാപമുണ്ട്. ഈ പാപം പോകണമെങ്കിൽ റോമാലേഖനത്തിൻ്റെ 12:1 പ്രകാരം ഞാൻ ഒരു ജീവനുള്ള യാഗമായി സമർപ്പിക്കുക. ആ ജീവനുള്ള യാഗം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു യാഗം ജീവനുള്ള യാഗമാണെങ്കിൽ അത് യാഗപീഠത്തിൽ നിന്ന് മാറിപ്പോകും. പക്ഷെ പിന്നെയും സമർപ്പിക്കുക. ഒരു പ്രക്രിയ നടന്നുകൊണ്ടേ ഇരിക്കണം. അതുകൂടാതെ നമ്മൾ വചനപ്രകാരം നടക്കുക. ഈ ദൈവപ്രചാരം നടക്കുന്ന സമയത്ത് നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറുന്നത് മാത്രമല്ല, എന്നെ ദൈവം ശുദ്ധീകരിക്കും. എൻ്റെ ദേഹിയിലുള്ള പാവങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 15:3 പറയുന്ന മാതിരി എൻ്റെ ക്ലീനിങ് നടക്കും. ഒരു ക്ലീനിങ് പ്രോസസ് എഫിഷ്യൻ്റെ 5:26 ഇത് തന്നെയാണ് പറയുന്നത്. നമ്മളൊരു ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ശരീരവും ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈ പ്രക്രിയകൾ നമ്മൾ എന്നുവരെ ജീവിക്കുന്നുണ്ടോ അന്ന് വരെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പം സാൽവേഷൻ, അതായത് രക്ഷിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യം മാത്രം മതി. നമ്മൾ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി തുറന്നു കിടക്കുകയാണ് ഇനിയുന്നത്. നമ്മൾ വാസ്തവം പറയുകയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ നമ്മൾ ക്രിസ്തുവിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുകയാണെന്ന് എഫെസ്യർ ലേഖനത്തിന് 2:6 പറയുന്നുണ്ട്. അത് നമുക്ക് നിത്യജീവിതം കിട്ടി. നിത്യജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിയുന്നതും, അതാണ് നിത്യജീവിതം എന്നുള്ളത്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 17:3 പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ കർത്താവിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇറ്റേണൽ ലൈഫ്, നിത്യജീവിതം കിട്ടി. നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മൾ സ്വർഗരാജ്യത്തിലേക്കുള്ള ടിക്കറ്റ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ദേഹത്തിലുള്ള പാവങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുക. അതൊരു പ്രക്രിയ. നമ്മൾ മരിക്കുന്നത് വരെ നടക്കും, ഫിസിക്കലായിട്ട് മരിക്കുന്നവരെ. ക്രിസ്തു നമ്മളെ വിളിക്കാൻ വരുന്ന സമയത്ത് ആ സമയത്ത് നമുക്കൊരു പുതിയ ബോഡി കിട്ടും. ആ ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ളതും കൂടി കംപ്ലീറ്റ് പരിശുദ്ധാത്മാവിൽ കൂടി പ്രവർത്തിക്കുന്ന ഈ പ്രവൃത്തി കൊണ്ട് കംപ്ലീറ്റ് നമ്മൾ പരിശുദ്ധ ആത്മാവുമാറും. ഈ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.